ഹലോ മൈ ഡിയർ വേൾഡ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ് ആൻഡ് വ്ളോഗ് പുനലൂർ. മോൻ്റെ സ്കൂളിൽ പഠനോത്സവം നടക്കുവാണ് മികവെന്ന പേരിൽ. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് സെൻറ്റ് ജോൺസ് LPS പുനലൂരിലെ HM വിനു സോളമൻ മേഡവും മറ്റു ടീച്ചേഴ്സുമാണ്. എൻട്രി തന്നെ ഒരു പുതുമയാണ്, പഴമയുടെ പുതുമ. ഓല കൊണ്ട് മെടഞ്ഞ മുറം, വട്ടി, കൊട്ട, ചിരട്ട കൊണ്ടുള്ള കരകൗശല ഐറ്റംസ്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞു കുഞ്ഞാശയങ്ങൾ ഇങ്ങനെ ഓരോ വ്യത്യസ്ത രൂപങ്ങളിൽ നമ്മളിലേക്ക് എത്തിക്കുന്നു. ഈ എക്സിബിഷനിലുള്ളതെല്ലാം കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയതാണ്. അവരുടെ കുഞ്ഞു മനസ്സിൽ തോന്നിയ വലിയ ആശയങ്ങൾ. ഈ 2024 കുട്ടികളുടെ ഇങ്ങനെയുള്ള കലാവാസനകളെയെല്ലാം അണിനിരത്തുന്നതായിരുന്നു ഈ എക്സിബിഷൻ. പഠന മികവ് എന്ന് പറയുന്ന പേരിലായിരുന്നു ഈ പരിപാടി അവതരിപ്പിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ എക്സിബിഷനുകളും വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അവരുടെ കഴിവുകളെ, അവരുടെ പുതിയ പുതിയ ഐഡിയാസിനെ എല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു തോന്നൽ ആ കുട്ടികളിലുണ്ടാവും. ഈ ഒരു തോന്നൽ ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു ഉണർവുണ്ടല്ലോ, വീണ്ടും വീണ്ടും അവരെ ഉയരങ്ങൾ ചാടിപ്പിടിക്കാൻ പ്രേരിപ്പിക്കും. അവരുടെ ആത്മവിശ്വാസം കൂടും, നിശ്ചയദാർഢ്യം വരും. വീണ്ടും വീണ്ടും ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോന്നലും ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിൽ സ്കൂളിലെ അധ്യാപകരും മറ്റ് ഭാരവാഹികളും കുട്ടികളോടൊപ്പം തന്നെയുണ്ട്. ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ് തൻ്റെ കഴിവുകൾ തെളിയിക്കുന്നത്. അവയെല്ലാം തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒത്തുകിട്ടുന്നത് അപൂർവവും. ഇത് കാണുമ്പോൾ മറ്റു കുട്ടികൾക്കും ഒരു പ്രചോദനമാണ്. അടുത്ത വർഷം ഇതുപോലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ എന്നെക്കൊണ്ടാവുന്നത് എന്തെങ്കിലും ഒന്ന് ഈ കൂട്ടത്തിൽ വെക്കണം, അല്ലെ ഈ കൂട്ടത്തിൽ ഞാൻ ചെയ്തൊരു പ്രവൃത്തിയുടെ റിസൾട്ടും കാണണം എന്നാഗ്രഹിക്കും. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ കൊണ്ടുപോലും കുട്ടികൾ എന്ത് ക്രിയേറ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. ഇങ്ങനെയൊക്കെ ഓരോരോ പ്രവൃത്തി പരിചയമേളകൾ സംഘടിപ്പിക്കുമ്പോഴാണ് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ളൊരു ശക്തമായുള്ളൊരു ബോണ്ട് അവിടെ ഉണ്ടാവുന്നത്. കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് തൻ്റെ അഭിപ്രായം ടീച്ചേഴ്സിനോട് പറയാനും പറ്റുന്നത്. സ്വന്തം കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ല, മറ്റു കുട്ടികൾ ചെയ്യുന്നത് കാണുമ്പോഴും നമുക്ക് സന്തോഷം തന്നെ. ഇന്നത്തെ ഇൻ്റർനെറ്റ് യുഗത്തിൽ കുഞ്ഞുങ്ങളുടെ കളിക്കൂട്ടുകാരായിട്ട് സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വീഡിയോ ഗെയിംസും കൈയടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രവൃത്തി പരിചയമേളകളും കുഞ്ഞുങ്ങൾക്ക് പുസ്തകങ്ങളോടും എഴുത്തിനോടുമൊക്കെയുള്ള ഇഷ്ടം കൂടും. എല്ലാ ദിവസവും അവർ അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. ഈ സമയത്തെങ്കിലും കുട്ടികൾ പുസ്തകങ്ങളോടും എഴുതാനുമൊക്കെയുള്ളൊരു ഇഷ്ടം കാണിക്കും. സ്വന്തം കൈപ്പടയിൽ എഴുതിയ ചാർട്ടുകൾ ക്ലാസ്സുകളുടെ ഭിത്തികളിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നും. അവർ സ്വന്തമായി എഴുതിയ ചാർട്ടിൻ്റെ സൈഡിൽ അവനവൻ്റെ പേരും ക്ലാസ്സും കൂടെ കൊടുക്കുന്നത് കാണുമ്പോൾ കുട്ടികൾ അവർ എന്തോ വലിയൊരു വിജയം നേടിയെന്നുള്ള രീതിയിൽ അവർ മറ്റുള്ളവരുമായിട്ടിത് ഷെയർ ചെയ്യും. ഇത് ഞാൻ ചെയ്തതാണ്, ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് തൻ്റെ സഹപാഠികളോടും വീട്ടുകാരടുത്തും പറയും. ഈ വർഷം ഒരെണ്ണം ചെയ്ത കുട്ടി തന്നെ അടുത്ത വർഷം അത് 2ഉം 3ഉം ആക്കി കൂട്ടാനുള്ള ശ്രമങ്ങൾ തുടരും. ഇതെല്ലാം കാണുമ്പോൾ പേരൻസിനുണ്ടാവുന്ന സന്തോഷം അതിലേറെ. കുട്ടികൾക്ക് വേണ്ട ഓരോരോ സാധനങ്ങളും സാമഗ്രികളും പേരൻസ് കുട്ടികളുടെ കൈകളിൽ എത്തിക്കും. കൂടെ കട്ടയ്ക്ക് തന്നെ ടീച്ചേഴ്സും കാണും. ഓരോ കുട്ടിക്കും അവനവൻ ചെയ്ത വർക്കിനുള്ളൊരു പ്രശംസ തന്നെയാണ് ഈ എക്സിബിഷൻ. ലോകത്തിൻ്റെ നാളത്തെ വാഗ്ദാനങ്ങളാണ് ഈ കുട്ടികൾ. പാഠ്യപദ്ധതികൾ മാത്രം പഠിച്ച് കുഞ്ഞുങ്ങൾ ഇടുങ്ങാതെ അവരുടെ ലോകത്തേക്ക് തുറന്നു വിടുക, അവരിലെ പ്രതിഭകളെ കണ്ടെത്തുക, അവരുടെ കഴിവിനെ വളർത്തിയെടുക്കാൻ അവർക്ക് പ്രചോദനമാവുക. ഇന്ന് പഴമയായിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾ കണ്ടെത്തി അത് പുതുമയോടെ അവതരിപ്പിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളും വളരട്ടെ അവരുടെ ലക്ഷ്യസ്ഥാനം നേടാനായിട്ട്. ഓരോ കുഞ്ഞുങ്ങളും നാളത്തേക്കൊരു മുതൽക്കൂട്ടായി തന്നെ വളരട്ടെ. നല്ലൊരു ഭാവി തലമുറയെ തന്നെ വാർത്തെടുക്കട്ടെ വിദ്യാലയങ്ങൾ. കൊച്ചു മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും പഠന മികവ് ഇതുപോലെ ഓരോ വർഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.